പോലീസ് ചോദ്യം ചെയ്യുന്നു. എന്നാൽ ടെഡ് ചോദ്യം ചെയ്യലിനോട് ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല. പക്ഷേ കാറിൽ നിന്നും ലഭിച്ച ഹെയർ സാമ്പിളുകൾ മിസ്സിംഗ് ആയ പെൺകുട്ടിയുടെ DNA സാമ്പിളുകളുമായി മാച്ചാവുന്നു. കൂടാതെ തുടർന്ന് നടത്തിയ തിരിച്ചറിയൽ പരേഡിൽ 2 പേർ അവനെ തിരിച്ചറിയുന്നതോടെയാണ് കേസ് ശക്തമാകുന്നത്. ബണ്ടിക്ക് നേരെ കിഡ്നാപ്പിങ്ങിനും ആക്രമണ ശ്രമത്തിനുമെതിരെയുള്ള കേസ് ചുമത്തുകയും ഇതോടെ ടെഡ് ആദ്യമായി നിയമത്തിൽ കുടുങ്ങുകയും ചെയ്തു. ശേഷം കോടതിയിലെത്തിയ ടെഡ് തന്റെ കേസ് സ്വയം വാദിക്കുന്നു. തുടർന്നുള്ള വിചാരണയിൽ കോടതി ടെഡിനെ 45 വർഷത്തേക്ക് ശിക്ഷിക്കുന്നു. ജയിലിലെത്തിയ ടെഡ് രക്ഷപ്പെടാവുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നു. ഒരു ദിവസം പ്രിസൺ ലൈബ്രറിയിൽ ബുക്കുകൾ വായിക്കാൻ എന്ന വ്യാജേന ടെഡ് എത്തുകയും 1-ാം നിലയിലെ ജനാല വഴി ടെഡ് അതിസാഹസികമായി കടന്നു കളയുകയും ചെയ്യുന്നു. ഉടൻ തന്നെ പോലീസ് ടെഡിനു വേണ്ടി അന്വേഷിച്ചിറങ്ങുന്നു. പിന്നീട് മോഷ്ടിക്കപ്പെട്ട ഒരു കാറുമായി ടെഡ് വീണ്ടും പിടിക്കപ്പെടുന്നു.